ജൂലൈ മാസം മുതൽ ആരംഭിക്കുന്ന ക്വാർട്ടർ 1 റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസും മികച്ച പെർഫോമൻസും നടത്താൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ടൈറ്റാൻ. ടൈറ്റാൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3.6% ഉയർന്ന് 3655 ക്ലോസിംഗ് നൽകി. 3.24 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 97.18 ഡിവിഡൻഡ് ഈൽഡ് 0.30%. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മാക്വറി ടൈറ്റാന് ബൈ എന്ന റേറ്റിംഗും 4150 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 18% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് മാക്വറി ടൈറ്റാനിന് നൽകിയിരിക്കുന്നത്. ഇതുതന്നെയാണ് സ്റ്റോക്കിൽ ഇന്ന് വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണവും. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1 ടൈറ്റൻ എന്ന കമ്പനിയുടെ ജ്വല്ലറി സെഗ്മെൻറ്റിലെ റവന്യൂവിൽ 21% വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നും മാക്രോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ടൈറ്റാൻ്റെ എബിറ്റ ഏറെക്കുറെ ബോട്ടം ഔട്ട് ആയിരുന്നു. അവിടെ നിന്നും എബിറ്റ മാർജിൻ ഇംപ്രൂവ് ആകാനും എബിറ്റ ഉയരാനും സാധ്യതയുണ്ട്. എബിറ്റയുടെ മാർജിനൽ ഗൈഡൻസിൽ 11 മുതൽ 11.5% വരെ വളർച്ച വന്നേക്കാം. കൂടാതെ ടൈറ്റാൻ എന്ന കമ്പനിയുടെ സെക്ടറിലും അതായത് സ്ട്രക്ചറിലും മികച്ച രീതിയിലുള്ള വളർച്ച വരുന്നുണ്ട്. ഇന്ത്യൻ ജ്വല്ലറി സെഗ്മെൻറ്റിൻ്റെ 7% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടൈറ്റാൻ. ഇന്ത്യൻ ജ്വല്ലറി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ബ്രാൻഡഡ് ജ്വല്ലറി സെഗ്മെൻറ്റ് 13% CAGR കൂടിയുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രീതിയിലുള്ള വളർച്ച തുടരുമ്പോൾ ജ്വല്ലറി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ബ്രാൻഡഡ് ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള വളർച്ച തുടരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ടൈറ്റാൻ എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും. അതുമൂലമാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തിയിട്ടും ടൈറ്റാൻ്റെ ജ്വല്ലറിക്ക് ഉയർന്ന രീതിയിലുള്ള ഡിമാൻഡ് ഉള്ളതും കമ്പനിയുടെ പെർഫോമൻസ് ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെടുന്നതും. കഴിഞ്ഞ ക്വാർട്ടർ 4 റിസൾട്ടിലും കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ടൈറ്റാൻ്റെ കൺസോളിഡേറ്റഡ് ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 11% വർദ്ധിച്ച് 870 കോടിയും റവന്യൂ 20% വർദ്ധിച്ച് 13,477 കോടിയുമായി രേഖപ്പെടുത്തി. കൂടാതെ ജ്വല്ലറി സെഗ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം 25% വളർന്ന് 11,232 കോടിയിലേക്ക് എത്തുകയും ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻ സെയിലിൽ 30% വളർച്ച കൈവരിക്കുകയും ചെയ്തു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റ് 20% വളർച്ചയും ഐവെയർ സെഗ്മെൻറ്റിൽ 16% വളർച്ചയുമാണ് ടൈറ്റാൻ എന്ന കമ്പനി കൈവരിച്ചത്. ഈ രീതിയിലുള്ള പെർഫോമൻസ് വരും സമയങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മാക്രോയുടെ റിപ്പോർട്ടിലും പറയുന്നത്. കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ടൈറ്റാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണും കാണാൻ സാധിക്കും. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ സെറ്റപ്പാണ് കാണാൻ സാധിക്കുക. സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിനടുത്ത് അല്ലെങ്കിൽ നെക്ക് ലൈൻ റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങിയാൽ 3800 ആയിരിക്കും ഏറ്റവും പ്രധാന ടാർഗറ്റായി പ്രവർത്തിക്കുക. അതിനുശേഷം 4000, 4200 പോലുള്ള ഹയർ സൈഡിലെ ടാർഗറ്റും നമ്മൾക്ക് ലക്ഷ്യം ചെയ്യാവുന്നതാണ്. 3500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കും. 3500 താഴെ 3400 സ്റ്റോക്കിന് ട്രെൻഡ് ലൈൻ സപ്പോർട്ടുമുണ്ട്. ജൂലൈ മാസം മുതൽ ആരംഭിക്കുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമാകാൻ സാധ്യതയുണ്ടെന്ന് മാനേജ്മെൻറ്റ് തന്നെ മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്കാണ് KPIT ടെക്നോളജി. കഴിഞ്ഞ ദിവസം KPIT ടെക്നോളജി 6%, ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞു. KPIT ടെക്നോളജി മിഡ് ക്യാപ് സെക്ടറിലെ ഒരു മികച്ച സ്റ്റോക്കാണ്. ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് ഉയർന്ന റിട്ടേൺ നൽകുകയും ചെയ്തു. 5 വർഷത്തെ സ്റ്റോക്കിൻ്റെ റിട്ടേൺ നോക്കിയാൽ 2000% റിട്ടേൺ ആണ്. പക്ഷേ ഈ വർഷം 2025 അത്ര മികച്ച പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 10% കറക്റ്റ് ആവുകയാണ് ചെയ്തത്. KPIT ടെക്നോളജി പുറത്തുവിട്ട മിഡ് ക്വാർട്ടർ ബിസിനസ് അപ്ഡേറ്റിൽ ബിസിനസ് കണ്ടീഷൻസ് അൺസർട്ടൻ ആയതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പെർഫോമൻസ് ക്വാർട്ടർ 1 റിസൾട്ട് സെഷനിൽ മോശമാകുമെന്നാണ് ബിസിനസ് അപ്ഡേറ്റിൽ സൂചിപ്പിക്കുന്നത്. താരിഫ് സീനറിയോയും ജിയോ പൊളിറ്റിക്കൽ കൺസേണിൻ്റെയും പശ്ചാത്തലത്തിൽ അമേരിക്കയിലെയും ഏഷ്യയിലെയും ബിസിനസ് അൺസർട്ടനായി തുടരുന്നു എന്നാണ് KPIT ടെക്നോളജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം യൂറോപ്പിലെ ബിസിനസ് പോസിറ്റീവായി നിലനിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇൻടാക്റ്റ് ആണെങ്കിലും മാനേജ്മെൻറ്റ് പ്രതീക്ഷിച്ച വേഗത്തിൽ പുതിയ ഓർഡറുകൾ ലഭിക്കാത്തതും കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്.
ഈ അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി KPIT ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇടിയുന്നത്. അതേസമയം ഈ മോശം അപ്ഡേറ്റുകൾക്കിടയിലും കമ്പനി ഓർഗാനിക് ഗ്രോത്തിലും ഇനോർഗാനിക് ഗ്രോത്തിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. റീസെൻ്റ്ലി KPIT ടെക്നോളജി കെയർ സോഫ്റ്റ് ഗ്ലോബൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുകയും കെയർ സോഫ്റ്റ് എന്ന കമ്പനിയെ KPIT ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റുകയും ചെയ്തു. ഇതുവഴി ട്രക്ക് സെഗ്മെൻറ്റിലേക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഓട്ടോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിക്ക് നടത്താൻ സാധിക്കും. കൂടാതെ ചൈനീസ് മാർക്കറ്റിലേക്കും ഈ അക്വിസിഷൻ വഴി കമ്പനിക്ക് മികച്ച അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു എൻട്രി ലഭിക്കുകയും ചെയ്യും. ഇവിടെ കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിനോടൊപ്പം തന്നെ ഗ്രോത്ത് ഗൈഡൻസും കമ്പനിയുടെ മാനേജ്മെൻറ്റ് കുറച്ചിട്ടുണ്ട്. 4% ഇടിവാണ് ഗ്രോത്ത് ഗൈഡൻസിൽ മാനേജ്മെൻറ്റ് വരുത്തിയിരിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. KPIT ടെക്നോളജിക്ക് പ്രമുഖ ബ്രോക്കേജ് ഫിമായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 1000 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ KPIT ടെക്നോളജി എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിച്ച് 244 കോടിയായി മാറുകയും റവന്യൂ 3.4% വർദ്ധിച്ച് 1528 കോടിയായി മാറുകയും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ കമ്പനിയുടെ എബിറ്റ 4% വർദ്ധിച്ച് 265 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ നേരിടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1290 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 1200 എന്ന ലെവലാണ്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ 1000 രൂപയുടെ ടാർഗറ്റ് നൽകിയെങ്കിലും 1200, 1100 തുടങ്ങിയ ഓരോ 100 പോയിൻ്റ് ഡൗൺ സൈഡിലും KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആൾറെഡി സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. കാരണം മാനേജ്മെൻറ്റിൻ്റെ റിസൾട്ടിനോടൊപ്പം തന്നെ പല ബ്രോക്കേജ് ഏജൻസികളുടെയും വിശദമായ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ Q2 കമ്പനിയുടെ കണ്ടീഷൻസ് ഇംപ്രൂവ് ആകാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോ സോഫ്റ്റ്വെയർ സെക്ടറിലെ ഒരു മികച്ച കമ്പനി കൂടിയാണ് KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്നവർ 1200 രൂപയുടെ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ 1100 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിന് ലഭിക്കുമ്പോൾ അവിടെ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയിലുള്ള അക്കുമുലേഷനിലോ ശ്രദ്ധിക്കുക.